തിയേറ്ററിലാകുമ്പോൾ നമുക്ക് ഒരു പ്രൈവസി ഉണ്ടാവില്ല അധികം. പക്ഷെ നമ്മൾക്ക് രണ്ട് സൈസിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എന്നാലും വീട്ടിലിരുന്ന് കാണുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സ്വന്തം വീട്ടിലിരുന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഭാഗ്യരാജ് ചെയ്തേക്കുന്നത്. അതെന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ ഹൗസ് വാമിങ്ങിനൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത്. വളരെ സിനിമ തിയേറ്ററിലിരുന്ന് കാണുന്ന പോലെയാണ് നമുക്കത് ഫീലിങ് കിട്ടണത്. നമ്മളിങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ബാർ സെറ്റപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഓൾറെഡി കള്ളുടിനൊന്നും നമ്മൾ ഒരിക്കലും പ്രോത്സാഹിക്കുന്നില്ല. ജസ്റ്റ് ഇതൊരു ഷോയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാവും. ബോട്ടിൽസൊക്കെ വെച്ചൊരു ഷോരാം നമസ്കാരം. എല്ലാവർക്കും BM ഹോം സിനിമാസിൻ്റെ ഏറ്റവും പുതിയൊരു ഹോം തിയേറ്റർ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് തൃശ്ശൂർ അഞ്ചേരിച്ചിറയിലുള്ള ഷൈജു ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു തിയേറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഡോൾബി അറ്റ്മോസ് സെറ്റപ്പിലാണ് തിയേറ്റർ ഓൾറെഡി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ തിയേറ്ററിൻ്റെ വിശേഷങ്ങളും നമുക്ക് അതോടൊപ്പം തന്നെ ഷൈജു ചേട്ടൻ്റെ പുതിയൊരു വീടാണ്, വീടിൻ്റെ വിശേഷങ്ങളും നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തിയേറ്ററിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ പുതിയൊരു തിയേറ്റർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തിയേറ്ററിലേക്ക് കയറുന്നതിന് വേറൊരു സ്ഥലം കാണിച്ചു. സാധാരണ തിയേറ്ററിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ബാർ സെറ്റപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഓൾറെഡി കള്ളുടിനൊന്നും നമ്മൾ ഒരിക്കലും പ്രോത്സാഹിക്കുന്നില്ല. ജസ്റ്റ് ഇതൊരു ഷോയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാവും. ബോട്ടിൽസൊക്കെ വെച്ചൊരു ഷോ, ഒരു ആംബിയൻറ്റ്, നമുക്കൊരു ബാർ സെറ്റപ്പിൻ്റെ ഒരു ആംബിയൻറ്റ് മാത്രം. ഒരിക്കലും കള്ളു പിടിച്ച് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത്. മദ്യപാനം നമ്മൾ ഒരിക്കലും പ്രോത്സാഹിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം. അതായത് തിയേറ്ററിൻ്റെ ഔട്ട് സൈഡിലായാലും ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെങ്കിൽ നമുക്കൊരു ബാർ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കയറി വരുന്നവർക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ആംബിയൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് തിയേറ്ററിലേക്ക് തന്നെ പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തിയേറ്ററിൻ്റെ ഒരു ഡയമെൻഷൻ ഒന്ന് നോക്കാം. ഒരു 20 അടി നീളവും അതുപോലെ തന്നെ ഒരു 12 അടി വീതിയും വരുന്ന ഒരു റൂമിലാണ് നമ്മൾ ഈ തിയേറ്റർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി വീട് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ തന്നെ അവർക്ക് തിയേറ്റർ എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു പ്ലേസ് അവർ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിലാണ് അങ്ങനെ ഒരു സ്പേസ് ഒക്കെ അവർ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളെ കോൺടാക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത്യാവശ്യം ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം 4K പ്രൊജക്ടറും അതുപോലെ തന്നെ ഒരു ഡോൾബി അറ്റ്മോസ് സിസ്റ്റം ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഡോൾബി അറ്റ്മോസ് സെറ്റപ്പിലാണ് നമ്മൾ ഈ തിയേറ്ററെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള AVR, പ്രൊജക്ടർ, സ്ക്രീന്, സ്പീക്കേഴ്സ് ഇതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഏതൊരു തിയേറ്ററിൻ്റെയും ഹൃദയം എന്ന് പറയുന്നത് അതിലുപയോഗിച്ചിട്ടുള്ള പ്രൊജക്ടറാണ്. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ ഹെഡ് എന്നുള്ള ഹൃദയം എന്ന് പറയുന്നത് എപ്സൺ ബ്രാൻഡിലുള്ള 4K പ്രൊജക്ടറാണ്. 7100 എന്നാണ് ഈ സീരിയൽ നമ്പറിൻ്റെ പേര്. അപ്പോൾ 4K പ്രോ ആയിട്ടുള്ള ഒരു ഏകദേശം ഒരു 3000 ലൂമിനസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അടിപൊളി ഒരു 4K പ്രൊജക്ടറാണ് നമ്മൾ ഈ തിയേറ്ററിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രൊജക്ടറിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സ്ക്രീൻ. അപ്പോൾ ഒരു 120 ഇഞ്ചിൻ്റെ സൂര്യ ബ്രാൻഡിൽ വരുന്ന ഫിക്സ്ഡ് ഫ്രെയിം 4K സ്ക്രീനാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പല വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഒരു തിയേറ്ററിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് അതിലുപയോഗിച്ചുള്ള AVR ആണ്. അപ്പോൾ നമ്മുടെ ഈ തിയേറ്ററിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഓങ്കിയോ ബ്രാൻഡിൽ വരുന്ന 7100 9.2 ചാനൽ വരുന്ന ഈ ഒരു AVR ആണ്. THS സർട്ടിഫൈഡൊക്കെ ആയിട്ടുള്ള ഡോൾബി അറ്റ്മോസ് ഒക്കെ നല്ല കിടിലായി കിട്ടുന്ന ഒരു AVR ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്പീക്കർ പാക്കേജിലേക്ക് വരികയാണെങ്കിൽ ക്ലിപ്ഷിൻ്റെ ഓങ്കിയറുടെ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള സ്പീക്കർ പാക്കേജ് എന്ന് പറയുന്നത് ക്ലിപ്ഷാണ്. അപ്പോൾ ക്ലിപ്ഷിൻ്റെ സ്പീക്കേഴ്സാണ് നമ്മുടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് R600F എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലും സെൻറ്ററായിട്ട്
R50C എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീക്കർ മോഡലാണ് നമ്മൾ LCR ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പാറ്റേണിലാണ് ഓൾറെഡി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ സ്പീക്കേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഓൾറെഡി എല്ലാ സ്പീക്കേഴ്സും LCR നമ്മൾ ഹൈഡ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സബ് ഊഫറിലേക്ക് വരണമെങ്കിൽ R121SW എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 12 ഇഞ്ചിൻ്റെ ആക്റ്റീവ് സബ് ഊഫറാണ്. കസ്റ്റമറുടെ ഒരു ആഗ്രഹമായിരുന്നു ഫ്രണ്ടിൽ വരുന്ന സ്പീക്കേഴ്സ് കാര്യങ്ങളൊന്നും കാണരുത്, ഫ്രണ്ടിൽ സ്ക്രീൻ മാത്രം വരാൻ പാടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്പീക്കേഴ്സ് എല്ലാം ഇപ്പോൾ 2 ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കർ ആയാലും സെൻട്രൽ സ്പീക്കർ ആയാലും നമ്മൾ ഹൈഡ് ചെയ്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ സബ് ഊഫറും ഓൾറെഡി നമ്മൾ ഹൈഡ് ചെയ്ത് ആഗ്രഹമായിരുന്നു. നമ്മുടെ സ്ക്രീൻ അതായത് സ്പീക്കേഴ്സ് എല്ലാം ഓൾറെഡി ഇങ്ങനെ അധികം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരാതെ തന്നെ ഇൻവാളായിട്ട് അല്ലെങ്കിൽ വാളിനോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സറൗണ്ടിങ് സ്പീക്കേഴ്സ് എല്ലാം ഇൻവാളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻവാൾ സ്പീക്കേഴ്സൊക്കെ നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. സ്പീക്കേഴ്സ് നോക്കാം. ക്ലിപ്സിൻ്റെ തന്നെ Pro 16RW 6.5 ഇഞ്ചിൻ്റെ ഇൻവാൾ സ്പീക്കേഴ്സാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇൻവാൾ സ്പീക്കേഴ്സാണ് നമ്മൾ സറൗണ്ടിങ് സ്പീക്കേഴ്സായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 2 പെയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ബാക്ക് സറൗണ്ട് ആയിട്ടും ഒരെണ്ണം ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ടും. അപ്പോൾ 4 സ്പീക്കേഴ്സാണ് നമുക്ക് സറൗണ്ടിങ് സ്പീക്കേഴ്സായിട്ട് വരുന്നത്. ഇനി നമുക്ക് അറ്റ്മോസിലേക്ക് പോവുകയാണെങ്കിൽ DS160 CDT 6.5 ഇഞ്ചിൻ്റെ സീലിംഗ് സ്പീക്കേഴ്സാണ് നമ്മൾ അറ്റ്മോസായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പെയർ നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും. അത് നമ്മൾ പാരൽ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ചെയ്തിട്ടാണ്, അതായത് പാരലിങ് ചെയ്തിട്ടാണ് നമ്മൾ 4 സ്പീക്കേഴ്സായിട്ട് 4 ചാനലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു തിയേറ്ററിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആംബിയൻറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ പല തിയേറ്ററിലും LED സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ അങ്ങനത്തെ LED സ്ട്രിപ്പ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ബ്രൗൺ തീമിലാണ് നമ്മൾ മൊത്തത്തിലൊരു തിയേറ്റർ ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലോറിൽ നമ്മളൊരു മെറൂൺ കളറിലുള്ള കാർപ്പറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെയേഴ്സ് ആയാലും നമ്മുടെ വാളായാലും എല്ലാം ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു ബ്രൗൺ മയമാണ്, അല്ലെങ്കിൽ ഒരു ബ്രൗൺ തീമിലാണ് നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമറുടെ ഒരു ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ LED സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് ഗാലക്സി ലൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാലക്സി ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പോർട്സ് ലൈറ്റും കാര്യങ്ങളും, പിന്നെ വാളിൽ നമ്മൾ ഒറ്റൊരു കളർ തീമിൽ ചെയ്തിട്ടാണ് ഈ ഒരു തിയേറ്റർ മൊത്തം ചെയ്തെടുത്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ചെയറിലേക്ക് വരികയാണെങ്കിൽ 4 മോട്ടറൈസ്ഡ് റിക്ലൈനർ ചെയർസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു 3 പുഷ് ബാക്ക് ചെയറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഈ ഒരു തിയേറ്ററിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 7 ചെയർസാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു തിയേറ്ററിൻ്റെ ടോട്ടൽ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ വിഷ്വൽ ക്വാളിറ്റി ഒക്കെ എന്താണെന്ന് നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഷൈജു ചേട്ടനോടും ഫാമിലിയോടും ചോദിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഷൈജു ചേട്ടനോടും ഷൈജു ചേട്ടൻ്റെ വൈഫ് വിദ്യ ചേച്ചിയുണ്ട്, അവരോട് രണ്ടുപേരും ചോദിച്ചു നോക്കാം. എന്താണ് ഷൈജു ചേട്ടൻ നമ്മുടെ തിയേറ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? തിയേറ്റർ എന്ന് പറയാൻ വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു തിയേറ്റർ കണ്ട് അങ്ങനെയാണ് ഈ തിയേറ്ററിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. പല സ്ഥലത്തും അന്വേഷിച്ചു, എറണാകുളം അങ്ങനെ കോഴിക്കോട് അങ്ങനെ തിരിഞ്ഞിട്ടാണ് ഭാഗ്യരാജിൻ്റെ BM സിനിമാസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ സംസാരിച്ച് അവൻ്റെ തിയേറ്ററിൽ പോയി കണ്ട് അവൻ വർക്ക് ചെയ്തിട്ടുള്ള കുറേ വീടുകളിലേക്കൊക്കെ പോയി അങ്ങനെ ഹോം തിയേറ്റർ കണ്ട് ഇഷ്ടപ്പെട്ട് ഇപ്പം നമ്മളൊരെണ്ണം നമ്മുടെ വീട്ടിൽ ചെയ്തു. അത് അതിഗംഭീരമായിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ. പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ ഹൗസ് വാമിങ്ങിനൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത്. വളരെ സിനിമ തിയേറ്ററിലിരുന്ന് കാണുന്ന പോലെയാണ് നമുക്കത് ഫീലിങ് കിട്ടണത്. അത് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ വൈഫ് പറയും. വിദ്യ ചേച്ചി, എന്താണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? തിയേറ്റർ അടിപൊളിയായിട്ടുണ്ട്. സിസ്റ്റൊക്കെയും അടിപൊളിയായിട്ട് നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക്. തിയേറ്ററിൽ പോയി കാണുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും എഫക്റ്റ് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് സംഭവം എന്തായാലും. അപ്പോൾ തിയേറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ പുതിയതായിട്ട് വീട് വയ്ക്കുന്ന എല്ലാവരും ഇപ്പോൾ ഒരു തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഇപ്പോൾ OTT കാലം ആണ്. അതായത് മെയിൻ ഇപ്പോൾ തിയേറ്റർ റിലീസായി കൂടുതൽ ഇപ്പോൾ ആൾക്കാർ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ സിനിമ കാണുന്നതും നമ്മുടെ വീട്ടിലിരുന്ന് സിനിമ കാണുന്നതും തമ്മിലൊരു എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ? വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ ആകുമ്പോൾ നമുക്ക് ഒരു പ്രൈവസി ഉണ്ടാവില്ല അധികം. പക്ഷെ നമ്മൾക്ക് രണ്ടും 2 സൈസിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എന്നാലും വീട്ടിലിരുന്ന് കാണുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സ്വന്തം വീട്ടിലിരുന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഭാഗ്യരാജ് ചെയ്തേക്കുന്നത്. അതെന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഇതുപോലെ തിയേറ്റർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവരോട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? തിയേറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഭാഗ്യരാജിൻ്റെ വിളിക്കുക. അവൻ്റെ ചെയ്തിട്ടുള്ള കുറേ സ്ഥലങ്ങളിൽ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കണ്ട് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് നമ്മളോട് അത്രയ്ക്കും ആത്മാർത്ഥമായിട്ടാണ് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. പറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് നമ്മുടെ വീട് ഇപ്പോൾ നമ്മുടെ വീട് അത്
റൂം വന്ന് കഴിഞ്ഞാൽ തേക്കാണ്ട് കൊടുത്താൽ മതി അവൻ്റെ കയ്യിൽ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും A to Z നമുക്ക് തിയേറ്ററാക്കിയിട്ട് കയ്യിൽ തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെന്നാണ് ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് അവൻ താക്കോല് നമുക്ക് തരും. അതെല്ലാം വളരെ ഭംഗിയായിട്ട് അതങ്ങനെ ചെയ്തു തന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി ഈ തിയേറ്റർ കണ്ടപ്പോൾ. ഇടയ്ക്ക് നമ്മൾ സിനിമ കാണുമ്പോൾ ശരിക്കും തിയേറ്ററിൽ പോയിട്ടിരുന്ന് കാണുന്ന പോലെ ആ ഫീലിങ്ങിലാണ് നമ്മളിരുന്ന് കാണുന്നത്. പറയാതിരിക്കാൻ വയ്യ, അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട്, കാരണം ഒരുപാട് പേര് ഇത് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ലൊരു റിവ്യൂ ആണ് നമുക്ക് ഷൈചേട്ടനായാലും വിധി ചേച്ചിയാലും നമുക്ക് ഏറ്റവും നല്ലൊരു എന്താ പറയുക, നമുക്ക് തിയേറ്റർ ചെയ്യാനൊരു അവസരം തന്നു. അപ്പോൾ നമുക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അവരുടെ ഭാഗത്ത് നല്ല റിവ്യൂ കിട്ടി. അപ്പോൾ ഇതിൽ കൂടുതൽ സന്തോഷം നമുക്കിനി എന്താണ് വേണ്ടത്? അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് പ്രേക്ഷകരുടെ അടുത്തും പറയാനുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ പറഞ്ഞല്ലോ, ഷൈചേട്ടൻ പറഞ്ഞല്ലേ, നമ്മൾ ഒരുപാട് ഇപ്പോൾ തൃശ്ശൂർ സൈഡ് നമ്മൾ ഒരുപാട് ചെയ്യുന്നു. തൃശ്ശൂർ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും 1-2 തിയേറ്ററിൽ കാണാനുള്ള സൗകര്യം കൂടി നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ അല്ലെങ്കിൽ ഓഫീസിൽ നമ്മൾ ഓൾറെഡി ഡെമോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1-2 തിയേറ്ററിൽ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് എടുത്ത് ചാടുക. കാരണം ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇന്ന് എനിക്കൊരു ടീമിൻ്റെ കൊട്ടേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പറയാൻ പാടില്ല, എന്തായാലും പറയുകയാണ്. കാരണം ഒരുപാട് ഓവറായിട്ടാണ്. കാരണം കുറേ പേര് ഇത് അറിയാതെ ഇതിൽ നിന്ന് ചാടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു കൊട്ടേഷൻ ഞാൻ ഏകദേശം നോക്കണം. നമ്മൾ ഈ ഒരു തിയേറ്റർ ചെയ്ത ഒരു ടോട്ടൽ പ്രൈസിനാണ് ടോട്ടൽ അവർ അക്വസ്റ്റിക്കിന് മാത്രം ചാർജ് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി. അപ്പോൾ പറയാൻ പാടില്ല, എന്തായാലും ഞാൻ പറയണം. അപ്പോൾ എല്ലാവരും നിങ്ങൾ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് ഒരു തിയേറ്ററിലേക്ക്, അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള തിയേറ്ററിലൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക എന്ന് മാത്രമേ എനിക്കൊരു നിങ്ങളുടെ അടുത്തൊരു സജഷൻ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. അവന് ഭയങ്കര കോസ്റ്റ്ലായി പൈസ, ഭയങ്കര പൈസയായി. നമ്മൾ ചെയ്തതിനേക്കാളും ഡബിളായി പൈസ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഹോം തിയേറ്ററിൻ്റെ എല്ലായിടത്തും പോയി കാണുക. അപ്പോൾ ഭാഗ്യരാജിന് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എവിടെയൊക്കെ പോയി കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എല്ലാതും കണ്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവസാനം ഭാഗ്യരാജിൻ്റെ അടുത്ത് വരിക. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞത് കൃത്യമായിട്ട് പൈസയുടെ ആയാലും എന്തുകൊണ്ടായാലും അവൻ കൃത്യമായിട്ട് ചെയ്തു തരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ അത് അവനെ പ്രൊമോയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്നതല്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അത്രയും കൃത്യമായിട്ടും അതേമാതിരി കാര്യങ്ങൾ ചെയ്തു തന്ന കാരണമാണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഇവനോടിപ്പോൾ പ്രത്യേകിച്ച് അനുകമ്പ ഉണ്ടായിട്ടൊന്നല്ല. അല്ല, ഉള്ള കാര്യം നമ്മൾ തുറന്ന് പറഞ്ഞതാണ്. അല്ലാണ്ട് നമുക്കത് കൃത്യമായിട്ട് ചെയ്തു തന്നു. നമ്മുടെ പൈസയ്ക്കായാലും പൈസ കൊണ്ടായാലും എല്ലാം കൊണ്ടും ഒരു നല്ലൊരു രീതിയിലുള്ള തിയേറ്റർ എഫക്റ്റിൽ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ ടോട്ടൽ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമ്മുടെ ഷൈജുവിൻ്റെ ഫാമിലി ഓൾറെഡി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ വളരെ നന്ദിയുണ്ട് അവരുടെ അടുത്ത്. കാരണം ഇങ്ങനൊരു വർക്ക് ചെയ്യാൻ നമുക്ക് അവസരം തന്നതിനും, ഇതുപോലൊരു വർക്ക് നമുക്ക് ചെയ്യാൻ അവസരം തന്നതിനും, അതോടൊപ്പം തന്നെ ഇതുപോലൊരു നല്ലൊരു റിവ്യൂ തന്നതിനും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിൽ മനോഹരമായ തിയേറ്ററുകൾ ചുരുങ്ങിയ ചെലവിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും BM ഹോം സിനിമാസുമായി ബന്ധപ്പെടുക. എന്നും നിങ്ങളോടൊപ്പം BM ഹോം സിനിമാസ് ഉണ്ട്. നിങ്ങളുടെ ഏത് ബഡ്ജറ്റായാലും നമ്മൾ അതിനനുസരിച്ചിട്ട് വളരെ ഉത്തരവാദിത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും, പറഞ്ഞ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും വീട്ടിൽ സ്വന്തമായിട്ട് ഒരു തിയേറ്റർ ചെയ്യണമെന്ന്. അപ്പോൾ ആഗ്രഹം വെച്ച് നമ്മൾ എന്തോരം നാളെന്ന് വെച്ചിട്ട് കാത്തിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ബന്ധപ്പെടുക. അപ്പോൾ ഏതൊക്കെ ബഡ്ജറ്റിൽ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് വളരെ വിശദമായിട്ട് അല്ലെങ്കിൽ വിദഗ്ധമായിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കിടിലൻ തിയേറ്റർ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ് ഭാഗ്യരാജ്.